ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇൻട്രൊഡക്ഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി മൂവിങ് ടു ദ നെക്സ്റ്റ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പാർട്ട് 1 ആണ്. നമ്മൾ രണ്ട് ആക്ടുകൾ നമ്മൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ്? റെഗുലേറ്റിംഗ് ആക്ട് 1773 അതുപോലെ തന്നെ അതിൻ്റെ അമെൻഡിങ് ആക്ട് 1781 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ആക്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ് 1784. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, ഇയർ നോക്കുക. ഓക്കെ, അപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് അപ്പോൾ 1784 വന്നിട്ടുള്ള ആക്ടാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ് എന്ന് പറയുന്നത് വില്യം പിറ്റ്. ഓക്കെ, വില്യം പിറ്റ് എന്ന് പറയുന്നത് അന്നത്തെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു ആക്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ വില്യം പിറ്റ് ആയിരുന്നു അന്നത്തെ പ്രൈം മിനിസ്റ്റർ എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെഗുലേറ്റിംഗ് ആക്ടിലൂടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു? കമ്പനിയുടെ മുകളിൽ റെഗുലേഷൻസ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള ഒരു പുതിയ പൊസിഷൻ കൊണ്ടുവന്നു. അതുപോലെ തന്നെ സുപ്രീം കോർട്ട് വന്നു. അതിൻ്റെ അമെൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ടിനെ കുറിച്ചിട്ടാണ്. പിറ്റ്സ് ഇന്ത്യ ആക്ടിലാണ് ആദ്യമായിട്ട് കമ്പനിയുടെ കൊമേഴ്ഷ്യൽ അഫയേഴ്സും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ അഫയേഴ്സും എന്ത് ചെയ്യുന്നത്? ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. അതായത് ആദ്യമായിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ബോർഡ് വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും പുതിയൊരു ബോഡിയും കൂടെ വരുന്നുണ്ട്, ബോർഡ് ഓഫ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ മിലിറ്ററി അതുപോലെ തന്നെ സിവിൽ അഫയേഴ്സ് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. പുതിയൊരു ബോഡി വരികയാണ്, ഏതാണ്? ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കൊമേഴ്ഷ്യലും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ അഫയേഴ്സും എന്ത് ചെയ്യുകയാണ്? കൊമേഴ്ഷ്യൽ അഫയേഴ്സും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ അഫയേഴ്സും എന്ത് ചെയ്യുന്നതാണ്? ഡിസ്റ്റിങ്വിഷ് ചെയ്യാണ്. ഇത് രണ്ടും മോണിറ്റർ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് രണ്ട് ബോർഡുകൾ വരെയാണ്. ഒന്ന് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, മറ്റേത് ബോർഡ് ഓഫ് കൺട്രോൾ. കൊമേഴ്ഷ്യൽ അഫയേഴ്സ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അഫയേഴ്സ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ബോർഡ് ഓഫ് കൺട്രോൾ. അങ്ങനെ രണ്ട് ബോഡീസ് ആയിരുന്നു ഇതെന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്? മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡബിൾ ഗവൺമെൻറ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡുവൽ ഗവൺമെൻറ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ആക്ട് വഴിയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് വഴിയാണെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കൊമേഴ്ഷ്യൽ അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബോർഡ് ഓഫ് കൺട്രോൾ ആയിരുന്നു എന്ത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? പൊളിറ്റിക്കൽ അഫയേഴ്സ് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഡബിൾ ഗവൺമെൻറ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. ഇനി അതേപോലെ തന്നെ ബോർഡ് ഓഫ് കൺട്രോൾസ് എന്തൊക്കെയായിരുന്നു മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. സിവിൽ ആൻഡ് മിലിറ്ററി ഗവൺമെൻറ്റും അതേപോലെ തന്നെ റവന്യൂ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നതും ആരാണ്? ബോർഡ് ഓഫ് കൺട്രോൾ ആണ്. അപ്പോൾ ബോർഡ് ഓഫ് കൺട്രോൾ ആണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. ബോർഡ് ഓഫ് കൺട്രോൾസ് എന്തൊക്കെയാണ്? സിവിൽ ആൻഡ് മിലിറ്ററി ഗവൺമെൻറ് അതുപോലെ തന്നെ റവന്യൂ മാറ്റേഴ്സ് ഡീൽ ചെയ്തിരുന്നത് ആരായിരുന്നു? നമ്മുടെ പിറ്റ്സ് ഇന്ത്യ ആക്ട് വഴി വന്നിട്ടുള്ള ബോർഡ് ഓഫ് കൺട്രോൾ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഡബിൾ ഗവൺമെൻറ് ഇതിനെ രണ്ടിനും കൂടെ ചേർത്തിട്ടാണ് എന്ത് വിളിക്കുന്നത്? ഡബിൾ ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. ഡബിൾ ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഫോർ ദ ഫസ്റ്റ് ടൈം എന്ത് ചെയ്യാണ്? നമ്മുടെ ഈ കമ്പനിയുടെ കീഴിലുള്ള അധികാര പ്രദേശങ്ങളുണ്ടല്ലോ, ഈ പ്രദേശങ്ങളെ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു പേരിൽ വിളിക്കുകയും ചെയ്യുന്നത് ഏത് ആക്ട് വഴിയാണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 വഴിയാണ്. അപ്പോൾ ആദ്യമായിട്ട് കമ്പനിയുടെ ടെറിട്ടറീസിനെ, ഇന്ത്യയിലുള്ള കമ്പനിയുടെ ടെറിട്ടറീസിനെ ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന് വിളിച്ചതും ഏത് ആക്ട് വഴിയാണ്? അതായത് ഈ ആക്ടിലാണ് അങ്ങനെ മെൻഷൻ ചെയ്യുന്നത്, ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യൻ ടെറിട്ടറീസിനെ, ബ്രിട്ടീഷ് അണ്ടറിലുള്ള ഇന്ത്യൻ ടെറിട്ടറീസിനെ ബ്രിട്ടീഷ് പൊസഷൻസ് എന്ന് വിളിച്ചതും ഈ ഒരു ആക്ട് വഴിയാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു സുപ്രീം കൺട്രോൾ, കമ്പനിയുടെ മുകളിൽ ഒരു സുപ്രീം കൺട്രോൾ വന്നതും ഈ ഒരു ആക്ട് വഴിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ പറയാനുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യാണ്? കമ്പനിയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ അഫയേഴ്സും എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. അത് രണ്ടും റെഗുലേറ്റ് ചെയ്യാൻ രണ്ട് ബോഡീസ് ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൊമേഴ്ഷ്യൽ അഫയേഴ്സും അതുപോലെ തന്നെ ബോർഡ് ഓഫ് കൺട്രോൾ നമ്മുടെ പൊളിറ്റിക്കൽ അഫയേഴ്സും ആയിരുന്നു കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബോർഡ് ഓഫ് കൺട്രോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? സിവിൽ ആൻഡ് മിലിറ്ററി ഗവൺമെൻറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ റവന്യൂ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്തിരുന്നതും മാനേജ് ചെയ്തിരുന്നതും ബോർഡ് ഓഫ് കൺട്രോൾ ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ ആദ്യമായിട്ട് ബ്രിട്ടീഷ് പൊസിഷൻസ് ഇൻ ഇന്ത്യ എന്നുള്ള ടേം വരുന്നതും ഈ ഒരു ആക്ട് വഴിയാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ മുകളിൽ ഒരു സുപ്രീം കൺട്രോൾ ഗവൺമെൻറ്റിന് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആക്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.
ആക്ട് ഓഫ് 1786. ആക്ട് ഓഫ് 1786 എന്ന് പറയുന്നത് നമ്മുടെ കോൺവാലിസ്, ലോർഡ് കോൺവാലിസ്, നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ആളാണ് അല്ലേ. നമ്മുടെ പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ലോർഡ് കോൺവാലിസ്. അപ്പോൾ ഈ ലോർഡ് കോൺവാലിസിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിന് 2 ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു. ആ 2 ഡിമാൻഡുകളും ആക്ട് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് ഇതെന്ന് പറയുന്നത് ആക്ട് ഓഫ് 1786. വളരെ ഒരു ചെറിയൊരു നിയമമാണ്. എന്തൊക്കെ ഡിമാൻഡ്സ് ആയിരുന്നു എന്നുള്ളത് നോക്കാം. എന്തായിരുന്നു അദ്ദേഹത്തിന്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് എന്തുണ്ടായിരുന്നു, ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ 2 ഡിമാൻഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എടുക്കുന്ന ഡിസിഷൻസിനെ ഓവർ റൈഡ് ചെയ്യാനുള്ള അധികാരം ആർക്ക് വേണം? ഗവർണർ ജനറൽ അഥവാ കോൺവാലിസിന് വേണം എന്ന് പറയുന്ന ഒരു ഡിമാൻഡായിരുന്നു ആദ്യത്തേത്. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തത് കമാൻഡർ ഇൻ ചീഫിന്റെ പവേഴ്സ് ആർക്ക് വേണം? ഗവർണർ ജനറലിന് വേണം എന്നുള്ള 2 ഡിമാൻഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 2 ഡിമാൻഡ്സും അംഗീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള നിയമമാണ് ഏതെന്ന് പറയുന്നത് ആക്ട് ഓഫ് 1786. അപ്പോൾ ലോർഡ് കോൺവാലിസിനെ ഗവർണർ ജനറൽ ആക്കാൻ വേണ്ടിയിട്ട് കോൺവാലിസ് 2 ഡിമാൻഡ്സ് ആണ് മുന്നോട്ട് വെച്ചത്. ഒന്ന് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ, ചില സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഡിസിഷൻസിനെ ഓവർ റൈഡ് ചെയ്യാനുള്ള അധികാരം ആർക്ക് വേണം? പവർ ആർക്ക് വേണം? ഗവർണർ ജനറലിന് വേണം. അതേപോലെ തന്നെ കമാൻഡർ ഇൻ ചീഫിന് ഉള്ള പവേഴ്സും ഗവർണർ ജനറലിന് വേണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് രണ്ടും അംഗീകരിച്ചുകൊണ്ടുള്ള ആക്ടാണ് ആക്ട് ഓഫ് 1786 എന്നുള്ള ഓർക്കുക. ഓക്കെ, അടുത്ത് പറയാനുള്ളത് ചാർട്ടർ ആക്ട് ഓഫ് 1793 ആണ്. അപ്പോൾ നമ്മൾ ലോർഡ് കോൺവാലിസിന് നമുക്ക് പവേഴ്സ് കൊടുത്തുകൊണ്ട് 1786 ആക്ട് കഴിഞ്ഞു. ഇനി അടുത്ത് പറയുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1793. ചാർട്ടർ ആക്ട് ഓഫ് 1786 കോൺവാലിസിന് 2 അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഡിസിഷൻസ് ഓവർ റൈഡ് ചെയ്യാനുള്ള പവറും അതേപോലെ തന്നെ കമാൻഡർ ഇൻ ചീഫിനുള്ള പവറും. അപ്പോൾ ആ 2 പവേഴ്സും ലോർഡ് കോൺവാലിസിന് 1786 കൊടുത്തിട്ടുള്ള പവേഴ്സ് ഇനി വരുന്ന ഗവർണർ ജനറൽസിനും എന്തുണ്ടാവും? ബാധകമാണ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ആക്ട് ആണ് ഇതെന്ന് പറയുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1793 എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, എന്താണ് പറഞ്ഞത്? നമ്മൾ 1786 കോൺവാലിസിന് എന്തുണ്ടായിരുന്നു? 2 പവേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഡിസിഷൻസിനെ ഓവർ റൈഡ് ചെയ്യാനുള്ള പവർ ഗവർണർ ജനറലിന് കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ കമാൻഡർ ഇൻ ചീഫിന്റെ പവേഴ്സ് ഗവർണർ ജനറലിന് കൊടുത്തുകൊണ്ടും. അപ്പോൾ ഈ 2 പവേഴ്സും ഇനി വരുന്ന ഗവർണർ ജനറൽസിനും എന്താണ്? ബാധകമാണ്. ഫ്യൂച്ചർ ഗവർണർ ജനറൽസിനും എന്താണ്? ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളതാണ് 1793 ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗവർണർ ജനറലിന് എന്തെടുത്തു? കൂടുതൽ പവേഴ്സും കൺട്രോളും കൊടുത്ത്. എവിടെ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോംബെയുടെയും മദ്രാസിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഗവർണേഴ്സിനെ സബോർഡിനേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ആക്ട് വഴി വരുന്നതോടുകൂടി കൂടുതൽ പവേഴ്സ് ബോംബെയുടെയും മദ്രാസിന്റെയും മുകളിൽ കൂടുതൽ പവേഴ്സ് ആർക്ക് കൊടുക്കുകയാണ്? ഗവർണർ ജനറലിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ മോണോപ്പൊളി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്തുണ്ടായിരുന്നു? ട്രേഡിനുള്ള മോണോപ്പൊളി ഉണ്ടായിരുന്നു അല്ലെ, വ്യാപാരത്തിനുള്ള കുത്തക ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ ആയിട്ടുള്ള ട്രേഡിനുള്ള മോണോപ്പൊളി ഒരു 20 വർഷത്തേക്ക് കൂടെ എന്ത് ചെയ്തു? നീട്ടിക്കൊടുത്തു. ഓക്കെ, അപ്പോൾ 1793 ആക്ട് പ്രകാരം എന്ത് ചെയ്തു? 20 വർഷത്തോടു കൂടി അവരുടെ ട്രേഡ് മോണോപ്പൊളി, അതായത് ഇന്ത്യയുമായിട്ട് വ്യാപാരം ചെയ്യാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമേ അധികാരമുള്ളൂ. അതിനുള്ള അധികാരം ഒരു 20 വർഷത്തേക്ക് കൂടി എന്ത് ചെയ്യാണ്? ഗവൺമെന്റ് നീട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോർഡ് ഓഫ് കൺട്രോൾ അല്ലേ. അപ്പോൾ ഈ ബോർഡ് ഓഫ് കൺട്രോളിലുള്ള മെമ്പേഴ്സിന് എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യൻ റവന്യൂസിന് വേണം എന്ത് ചെയ്യാൻ? സാലറി ഒക്കെ പേ ചെയ്യാൻ എന്നുള്ള ഒരു പ്രൊവിഷൻ കൂടെ കൊണ്ടുവന്നത് 1793 ചാർട്ടർ ആക്ട് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നമ്മുടെ 1786 കോൺവാലിസിന് വേണ്ടിയിട്ട് 2 ഡിമാൻഡ്സ് അംഗീകരിച്ചുകൊണ്ട് ഒരു ആക്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ 2 ഡിമാൻഡ്സും എന്ത് ചെയ്യും? ഇനി ഫ്യൂച്ചറിൽ വരുന്ന ഗവർണർ ജനറൽസിന് കൂടെ ബാധകമാണ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ വന്നു. പിന്നെ അതുപോലെ തന്നെ ബോംബെയും മദ്രാസിലെ പ്രൊവിൻസസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കൂടുതൽ പവേഴ്സും കൺട്രോളും ആർക്ക് കൊടുക്കൂ? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ട്രേഡ് മോണോപ്പൊളി ഒരു 20 വർഷത്തേക്ക് കൂടി എന്ത് ചെയ്തു? നീട്ടിക്കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ റവന്യൂസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ബോർഡ് ഓഫ് കൺട്രോളിലെ മെമ്പേഴ്സിന് സാലറി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രൊവിഷൻ കൂടെ ഈ ഒരു ചാർട്ടർ ആക്ട് പ്രകാരം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത് പറയാനുള്ളത് ചാർട്ടർ ആക്ട് ഓഫ് 1813 ആണ്. നമ്മൾ ചാർട്ടർ ആക്ട് ഓഫ് 1793 പറഞ്ഞു. ഇനി അത് കഴിഞ്ഞ് ഒരു 20 വർഷം നമ്മൾ മോണോപ്പൊളി 20 വർഷത്തുകൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നീട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ.
അപ്പോൾ 20 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് വരികയാണ്, ഒരു ചാർട്ടർ ആക്ട് വരികയാണ്. അതായത് ഇതിൻ്റെ ട്രേഡ് മോണോപ്പൊളി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതുവരേക്ക് നമുക്ക് എന്തായിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമായിരുന്നു ഇന്ത്യയായിട്ടുള്ള വ്യാപാരത്തിനുള്ള കുത്തകാവകാശം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ മോണോപ്പൊളി ഉണ്ടായിരുന്നത്. ഇനി ആദ്യമായിട്ട് എന്ത് ചെയ്യാണ്, അത് അബോളിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രേഡ് മോണോപ്പൊളി അബോളിഷ് ചെയ്ത് ഇന്ത്യ ആയിട്ടുള്ള ട്രേഡ് മോണോപ്പൊളി, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമേ ഇവിടെ വ്യാപാരത്തിന് അനുമതി ഉള്ളൂ എന്നുള്ള ആ ഒരു ചാർട്ടർ എന്ത് ചെയ്യാണ്, ആ ഒരു മോണോപ്പൊളി എന്ത് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ രണ്ട് കാര്യങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയായിരുന്നു, എക്സെപ്റ്റ് ട്രേഡ് ഇൻ ടീ ആൻഡ് ട്രേഡ് വിത്ത് ചൈന. അതായത് തേയില വ്യാപാരത്തിനും അതുപോലെ തന്നെ ചൈന ആയിട്ടുള്ള വ്യാപാരത്തിനും കുത്തകാവകാശം ആർക്ക് തന്നെയായിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു. ബാക്കിയുള്ള വ്യാപാരമൊക്കെ എന്ത് ചെയ്തു, മറ്റുള്ള മെർച്ചൻസിന് കൂടെ തുറന്നു കൊടുത്തുകൊണ്ടുള്ള വന്നിട്ടുള്ള ആക്ടാണ് ചാർട്ടർ ആക്ട് ഓഫ് 1813. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, ട്രേഡ് മോണോപ്പൊളി എന്ത് ചെയ്തു, പക്ഷെ രണ്ട് കാര്യങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് തേയില വ്യാപാരം, ട്രേഡ് ഇൻ ടീയും അതുപോലെ തന്നെ ട്രേഡ് വിത്ത് ചൈനയായിട്ടുള്ള വ്യാപാരത്തിനും അതുപോലെ തന്നെ തേയില വ്യാപാരത്തിനും എന്തുണ്ടായില്ല, മോണോപ്പൊളി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം മോണോപ്പൊളി നഷ്ടപ്പെട്ടത് ഏത് ആക്ട് പ്രകാരമാണ്, ചാർട്ടർ ആക്ട് ഓഫ് 1813 പ്രകാരമാണ്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷനാണ് ക്രിസ്ത്യൻ മിഷനറീസിന്, അതായത് മതപ്രചാരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻലൈറ്റിംഗ് ദ പീപ്പിളിനെ എൻലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രചാരണത്തിന്, ക്രിസ്ത്യൻ മതപ്രചാരണത്തിന് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ മിഷനറീസിന് പെർമിഷൻ കൊടുത്തിട്ടുള്ള, അലോ ചെയ്തിട്ടുള്ള ഒരു ആക്ട് കൂടെയാണ് ഇതെന്ന് പറയുന്നത്, ചാർട്ടർ ആക്ട് ഓഫ് 1813 എന്ന് പറയുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് വെസ്റ്റേൺ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ എന്ത് ചെയ്തു, അനുമതി കൊടുത്തു. വെസ്റ്റേൺ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ അനുവദിച്ചു കൊടുത്തതും ഈ ഒരു ആക്ട് പ്രകാരമാണ്. പിന്നെ അതേപോലെ തന്നെ പേഴ്സൺസിന് മുകളിൽ ടാക്സസ് ചുമത്താനുള്ള അധികാരം നൽകിയതും ഏത്, അപ്പോൾ പേഴ്സൺസിന് മുകളിൽ ടാക്സുകൾ ഇമ്പോസ് ചെയ്യാനും അതേപോലെ തന്നെ ടാക്സ് അടക്കാത്തവരെ പണി ചെയ്യാനുള്ള അധികാരം നൽകിക്കൊണ്ടൊരു പ്രൊവിഷൻ വന്നിട്ടുള്ള ആക്ടും ചാർട്ടർ ആക്ട് ഓഫ് 1813 ആണ്. ഒന്നുകൂടെ പറയാം. അപ്പോൾ ചാർട്ടർ ആക്ട് ഓഫ് 1813 പ്രകാരമാണ് എന്ത് ചെയ്തത്, ട്രേഡ് മോണോപ്പൊളി എൻഡ് ചെയ്യുന്നത്. പക്ഷേ ട്രേഡ് ഇൻ ടീയും അതുപോലെ തന്നെ ട്രേഡ് വിത്ത് ചൈനയായിട്ടുള്ള വ്യാപാരം, തേയില വ്യാപാരത്തിനും മോണോപ്പൊളി ആർക്ക് തന്നെയാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തന്നെയാണ്. ബാക്കി എല്ലാ മോണോപ്പൊളി എന്ത് ചെയ്തു, എൻഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷനറീസിന് മതപ്രചാരണത്തിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്തു, ഇന്ത്യയിലോട്ട് വരാനുള്ള പെർമിഷൻ ഗ്രാൻഡ് ചെയ്തതും ഈ ചാർട്ടർ ആക്ട് ഓഫ് 1813 ആണ്. പിന്നെ അതുപോലെ തന്നെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 lakh rupees എന്ത് ചെയ്തു, പ്രൊവൈഡ് ചെയ്തതും ഈ ഒരു ആക്ട് പ്രകാരമാണ്. പിന്നെ അതുപോലെ തന്നെ പേഴ്സൺസിന് മുകളിൽ ടാക്സസ് ഇമ്പോസ് ചെയ്യാനും അതുപോലെ തന്നെ അത് പേ ചെയ്യാനും വിസമ്മതിക്കുന്നവരുടെ മുകളിൽ പണി ചെയ്യാനുള്ള അധികാരം നൽകിയതും ചാർട്ടർ ആക്ട് ഓഫ് 1813 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ചാർട്ടർ ആക്ട് ഓഫ് 1833 ആണ്. അടുത്തൊരു 20 years കൂടെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 20 years വഴിയാണ് 1793 നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ 1813, അത് കഴിഞ്ഞ് ഒരു 20 years കൂടെ കഴിഞ്ഞ് 1833 എന്ത് വരുന്നത്, അടുത്ത ചാർട്ടർ ആക്ട് വരുന്നത്. അപ്പോൾ 3 ചാർട്ടർ ആക്ടുകൾ 20 years ഗ്യാപ്പിലാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടർ ആക്ട് ഓഫ് 1833 പറയാം. ഓക്കെ, അപ്പോൾ ചാർട്ടർ ആക്ട് ഓഫ് 1833 പ്രകാരം നമ്മുടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് മാറിയിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു പൊസിഷനിലോട്ട് മാറുകയാണ്. അതായത് ആ ഒരു സമയം ആയപ്പോഴത്തേക്ക് ബ്രിട്ടീഷ് ടെറിട്ടറീസിന്റെ വ്യാപ്തി എന്ത് ചെയ്തു, കൂടി. നമ്മൾ പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റവും അങ്ങനെയുള്ള ഒരുപാട്, അതുപോലെ തന്നെ നമ്മുടെ സബ്സിഡറി അലയൻസ് ഒക്കെ പ്രകാരം ഒരുപാട് പ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് അണ്ടറിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ടെറിട്ടറീസ് കൂടുന്നുണ്ട്, അവരുടെ അധികാര പരിധി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അങ്ങനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് മാറിയിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് വന്നിട്ടുള്ള ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് സർ വില്യം ബെന്റിക്, അല്ലെ, ലോർഡ് വില്യം ബെന്റിക് ആണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് വരുന്നത് ആരാണ്, വാരൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായിട്ട് വരുന്നത് ലോർഡ് വില്യം ബെന്റിക് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് വരുന്നത് ലോർഡ് വില്യം ബെന്റിക് ആണ്. പിന്നെ അദ്ദേഹത്തിന് തന്നെയായിരുന്നു സിവിൽ ആൻഡ് മിലിറ്ററി പവേഴ്സ് ആരുടെ കീഴിലായിരുന്നു, ലോർഡ് വില്യം ബെന്റിക്കിന്റെ ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ സെൻട്രലൈസ്ഡ് നേച്ചർ, കുറെ കൂടെ അധികാരങ്ങൾ, അതായത് നമ്മുടെ ബോംബെയുടെയും മദ്രാസിന്റെയും ഗവർണേഴ്സിന്റെ പവേഴ്സ് ഒക്കെ എന്ത് ചെയ്യാണ്, എടുത്തു മാറ്റുകയാണ്. അവരുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഒക്കെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കീഴിനകത്തോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്
ഡിപ്രൈവ്ഡ് ദെയർ ലെജിസ്ലേറ്റീവ് പവേഴ്സ്, അവരുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ത് ചെയ്യാണ്, എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എക്സ്ക്ലൂസീവായിട്ട് ഈ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ആരിലോട്ട് പോകും, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയിലോട്ട് പോകും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം, ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ലോസ് ഒക്കെ എന്ത് പേരിൽ അറിയപ്പെടും, ഇനി മുതൽ ആക്റ്റുകളായിട്ടാണ് അറിയപ്പെടുക. ഓക്കെ, ആക്റ്റുകളായിട്ടാണ് അറിയപ്പെടുക എന്നുള്ളതും ഇതിന് പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷനാണ്. ഈ ഒരു ആക്ട് പ്രകാരം നേരത്തെ നമ്മൾ പറഞ്ഞു ട്രേഡ് മോണോപ്പൊളി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ട്രേഡ് വിത്ത് 1830 ആക്ട് പ്രകാരം, ചാർട്ടർ ആക്ട് പ്രകാരം ട്രേഡ് ഇൻ ടീയും അതുപോലെ തന്നെ ട്രേഡ് വിത്ത് ചൈനയും മാത്രമായിരുന്നു മോണോപ്പൊളി ഉണ്ടായിരുന്നത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മോണോപ്പൊളി ഉണ്ടായിരുന്നത്. ഈ ചാർട്ടർ ആക്ട് 1833 പ്രകാരം ഈ ഒരു മോണോപ്പൊളി എന്ത് ചെയ്യാണ്, കമ്പനിക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പനിക്ക് നഷ്ടമാവുന്നതോടുകൂടി കംപ്ലീറ്റ് മോണോപ്പൊളി നഷ്ടമായി. അതായത് അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ്, അതായത് അതിൻ്റെ കൊമേഴ്ഷ്യൽ ബോഡി എന്നുള്ള ആ രീതിയിലുള്ള ഇത് എൻഡ് ചെയ്തിട്ട് പ്യുവർലി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് എന്ത് ചെയ്തു, എൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അതൊരു പ്യുവർലി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ട് മാത്രം നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. അത് ഏത് ആക്ട് പ്രകാരമാണെന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സിവിൽ സർവീസ് എക്സാംസ്, അതായത് ബ്രിട്ടീഷിനും അതുപോലെ തന്നെ ഇന്ത്യൻ ആളുകൾക്കും എന്ത് ചെയ്യാണ്, ഒരേപോലെ ഈ സിവിൽ സർവീസ് എക്സാംസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനും ഒരു അറ്റംപ്റ്റ് നടത്തിയത് ഈ ഒരു ആക്ട് പ്രകാരമാണ്. പിന്നെ അതേപോലെ തന്നെ പുതിയ ഒരു ലോ മെമ്പറിനെ എവിടെ ചേർക്കുകയാണ്, നമ്മുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ മാറി ഇപ്പോൾ എന്തായിട്ടുണ്ട്, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ട്, എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിനകത്തോട്ട് ആര് വരികയാണ്, ഒരു പുതിയ മെമ്പർ വരികയാണ്, ഒരു ലോ മെമ്പർ എന്തിൽ വരികയാണ്, എക്സിക്യൂട്ടീവ് കൗൺസിലിൽ വരികയാണ്. അങ്ങനെ ആദ്യമായിട്ട് വന്നിട്ടുള്ള ലോ മെമ്പറാണ് ലോർഡ് മെക്കാളെ. അപ്പോൾ ലോർഡ് മെക്കാളെ ആണ് എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ആദ്യത്തെ ലോ മെമ്പറായിട്ട് വരുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1853 ആണ്. അപ്പോൾ ഈ ചാർട്ടർ ആക്ട് ഓഫ് 1853 ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പവേഴ്സ് എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ചാർട്ടർ ആക്ട് നമുക്ക് നേരത്തെ അറിയാം എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിന് തന്നെയായിരുന്നു എന്തുള്ള പവർ, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരുന്നത് 1853 ആക്ട് പ്രകാരമാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് ചെയ്യാൻ എക്സിക്യൂട്ടീവ് കൗൺസിലും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് വെസ്റ്റ് ചെയ്തിട്ടുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിലും നിലവിൽ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൗൺസിലിനകത്ത് ടോട്ടൽ എത്ര മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്, 6 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, 6 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ത് പേരിലാണ് അറിയപ്പെട്ടത്, അപ്പോൾ നമ്മുടെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് എന്ത് ചെയ്തു, ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അറിയപ്പെട്ടു. ടോട്ടൽ എത്ര മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, 6 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസും ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസും സെപ്പറേറ്റ് ചെയ്തത് ഈ ഒരു ആക്ട് പ്രകാരമായിരുന്നു. അപ്പോൾ ഇതിനാണ് ഒരു മിനി പാർലമെന്റ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു 1833 ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. 1853 ആയപ്പോഴത്തേക്ക് അതെന്ത് ചെയ്തു, അത് നിലവിൽ വന്നു. ഇൻട്രൊഡ്യൂസ്ഡ് ആൻ ഓപ്പൺ കോമ്പറ്റീഷൻ സിസ്റ്റം ഓഫ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ഓഫ് സിവിൽ സർവൻസ്. അപ്പോൾ സിവിൽ സർവൻസിനെ എലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ സിസ്റ്റം ആകുമ്പോഴത്തേക്ക് ഇന്ത്യൻസിന് കൂടെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ചാർട്ടർ ആക്ട് ഓഫ് 1853 ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്. ടോട്ടൽ 6 മെമ്പേഴ്സ് ആയിരുന്നു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടായിരുന്നത്. ഇതാണ് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നോ അല്ലെങ്കിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നോ അറിയപ്പെട്ടിരുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ലോർഡ് മെക്കാളെ കമ്മിറ്റി, നമ്മൾ ഓപ്പൺ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു, അതിൻ്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി വരികയാണ്. അതിനെയാണ് മെക്കാളെ കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ കമ്മിറ്റി ഓൺ ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നതും ഈ മെക്കാളെ കമ്മിറ്റിയാണ്. മെക്കാളെ കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ ദ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് അറിയപ്പെടുന്നത്. അതായത് 1854 തൊട്ടടുത്ത വർഷമാണ് എന്ത് ചെയ്യുന്നത്, മെക്കാളെ കമ്മിറ്റി എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. ഈ ഓപ്പൺ കോമ്പറ്റീഷനെ, സിവിൽ സർവീസിന്റെ ഓപ്പൺ കോമ്പറ്റീഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കമ്മീഷനാണ് മെക്കാളെ കമ്മിറ്റി. ലോർഡ് മെക്കാളിനെ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ആദ്യത്തെ ലോ മെമ്പർ ആണ് ആരെന്ന് പറയുന്നത്, ലോർഡ് മെക്കാള. പിന്നെ അതേപോലെ തന്നെ കമ്പനീൻ്റെ റൂൾസ് എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷേ അതിനൊരു കാര്യമുണ്ട്, ഇന്ത്യൻ ടെറിട്ടറീസിന് മുകളിൽ ഓൺലി ആസ് ലോങ് ആസ് ദ ബ്രിട്ടീഷ് പാർലമെന്റ് പ്രൊവൈഡഡ് ഫോർ ദിസ്, അതായത് ബ്രിട്ടീഷ് പാർലമെന്റ് അനുവദിച്ചിട്ടുള്ള കാലത്തോളം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബ്രിട്ടീഷ് ടെറിട്ടറിയുടെ മുകളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അധികാരം ഉള്ളൂ എന്നുള്ളൊരു പ്രൊവിഷന് കൂടെ ഏതിൽ വരികയാണ്, ഈ 1853 ചാർട്ടർ ആക്ട് പ്രകാരം വരികയാണ് ചെയ്യുന്നത്. ഓക്കെ,
പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, നമ്മൾ പുതുതായിട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിൽ തുടങ്ങി എന്ന് പറഞ്ഞു. അതിനകത്ത് 6 മെമ്പേഴ്സിൽ 4 പേര് എവിടെ നിന്നുള്ളതായിരിക്കണം? പ്രൊവിൻഷ്യൽ ഗവൺമെന്റിൽ നിന്നായിരിക്കണം. അത് എവിടെ നിന്നൊക്കെയാണ്? മദ്രാസ്, ബോംബെ, ബംഗാൾ, ആഗ്ര എന്നിവിടങ്ങളിൽ നിന്നാണ് 4 പേര് ഉണ്ടായിരുന്നത്. അപ്പോൾ 6ൽ 4 പേര് എവിടെ നിന്നായിരിക്കണം? പ്രൊവിൻസുകളിൽ നിന്നായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്രൊവിഷൻ കൂടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ 4 പേര് എവിടെ നിന്നൊക്കെയാണ്? മദ്രാസ്, ബോംബെ, ബംഗാൾ, ആഗ്ര. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. നമ്മൾ നേരത്തെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആക്ടാണ്, നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ആക്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഈ ആക്ടിനെ തന്നെയാണ് ആക്ട് ഫോർ ദ ഗുഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നതും അല്ലേ. അപ്പോൾ നമ്മുടെ 1857 റിവോൾട്ട് നടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ 1ാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ അറിയപ്പെടുന്ന 1857 റിവോൾട്ട് നടക്കുന്നുണ്ട്. ആ റിവോൾട്ടിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിർത്തലാക്കുകയും കമ്പനി ഏറ്റെടുക്കുന്നുണ്ട്. കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഭരണം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുതലാണ് 1858 ഈ ഒരു ആക്ട് മുതലാണ് എന്ത് ചെയ്യുന്നത്? കമ്പനി റൂള് എൻഡ് ചെയ്തിട്ട് ക്രൗൺ റൂൾ എന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നത്. അപ്പോൾ 1858 മുതൽ എന്ത് തുടങ്ങാണ്? ക്രൗൺ റൂള് തുടങ്ങാണ്. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? അബോളിഷ് ചെയ്യുന്നുണ്ട്. ആ പവേഴ്സൊക്കെ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്? ക്രൗണിനകത്തോട്ട്, ബ്രിട്ടീഷ് ക്രൗണിന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നേരത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പൊസിഷൻ മാറിയിട്ട് ആ പൊസിഷനെ എന്ത് പേരിൽ അറിയപ്പെടുകയാണ്? ഇനി മുതൽ വൈസ്രോയി ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ അറിയപ്പെടുകയാണ്. ഈ വൈസ്രോയി എന്ന് പറയുന്നത് ക്രൗണിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഭരണം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ളത് എന്തായിട്ട് മാറി? വൈസ്രോയി ആയിട്ട് മാറി. വൈസ്രോയി ആയിട്ട് മാറുകയാണ്. ഈ വൈസ്രോയി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്രൗണിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ആര് വരുന്നത്? വൈസ്രോയി ആയിട്ട് വരുന്നത്. ഈ വൈസ്രോയി, ആദ്യത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ആരാണ്? ലോർഡ് കാനിങ് ആണ് ആദ്യത്തെ വൈസ്രോയി. അദ്ദേഹം ആ സമയത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മാറിയിട്ട് എന്തായിട്ട് മാറി? വൈസ്രോയി എന്നായിട്ട് മാറി. ഫസ്റ്റത്തെ വൈസ്രോയി നമ്മൾ പറഞ്ഞു ലോർഡ് കാനിങ് ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഡബിൾ ഗവൺമെൻറ്, നമ്മുടെ പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം വന്നിട്ടുള്ള ഡബിൾ ഗവൺമെൻറ് ഉണ്ടായിരുന്നു അല്ലേ. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും അതുപോലെ തന്നെ ബോർഡ് ഓഫ് കൺട്രോളും 2 ബോഡീസ് ഉണ്ടായിരുന്നു. ആ ഒരു സിസ്റ്റം മാറി. ആ ഒരു ഡബിൾ ഗവൺമെൻറ് എൻഡ് ചെയ്തതും അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്യുന്നതും ഈ ഒരു ആക്ട് പ്രകാരമാണ്. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരം വന്നിട്ടുള്ള വേറൊരു പുതിയൊരു പൊസിഷനാണ് ഏതെന്ന് പറയുന്നത്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. പുതിയൊരു ഓഫീസ് വരികയാണ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. ഇദ്ദേഹം ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ക്രൗണിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വൈസ്രോയി ആണ് വരുന്നത്. അപ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ ഒരു മെമ്പറാണ് ആരെന്ന് പറയുന്നത്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ഒരു 15 മെമ്പേഴ്സ് ഉള്ള ഒരു കൗൺസിൽ കൂടെ ഉണ്ട്. അതെന്താണ്? ഒരു അഡ്വൈസറി ബോഡി കൂടെ ആണെന്നുള്ള ഓർത്ത് വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പറയുന്നത്. ഈ ആക്ടിനെയാണ് ആക്ട് ഫോർ ഗുഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്യുന്നുണ്ട്. അവരുടെ പവേഴ്സൊക്കെ ആർക്ക് പോവുകയാണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അഥവാ ബ്രിട്ടീഷ് ക്രൗണിന് പോവുകയാണ്. പിന്നെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ളത് മാറിയിട്ട് വൈസ്രോയി ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നുണ്ട്. ആദ്യത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ആരാണ്? ലോർഡ് കാനിങ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഡബിൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? എൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് പറഞ്ഞത് നമ്മൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഓഫീസ് തുടങ്ങുകയാണ്. അദ്ദേഹം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ ഒരു മെമ്പറാണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ഫോർ ബ്രിട്ടീഷ് പാർലമെൻറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് എന്തുണ്ട്? ഒരു 15 മെമ്പർ കൗൺസിൽ ഉണ്ട്. അതെന്താണ്? ഒരു അഡ്വൈസറി ബോഡിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്കിനി പറയാനുണ്ട്. അത് പാർട്ട് 3 ആയിട്ട് വരും. താങ്ക്